സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ഒരു തോക്കിൻ്റെയും കൊടുവാളിൻ്റെയും കഥ. എഴുതിയത് KV ഷനീബ്. നാട്ടിലെ ലോക്കൽ ചാനലിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ഓട്ട പ്രദക്ഷിണം നടത്തുമ്പോഴാണ് ഒരു ഫോട്ടോ മനസ്സിലുടക്കി തെന്നിമാറിയത്. ഒരാളുടെ ആധാർ കാർഡിലെ ഫോട്ടോയാണ്. ആളെ എവിടെയോ കണ്ട പരിചയം പോലെ. താഴെ കൊടുത്ത കുറിപ്പ് വായിച്ചു. മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു. ആയിഷ ഹോസിയറി കമ്പനി മുൻ ജീവനക്കാരനും ചെന്നൈ സ്വദേശിയുമായ മുരുകനെ 59 വയസ്സ് കമ്പനി ക്വാർട്ടേഴ്സിന് സമീപമുള്ള വിറകുപുരയിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നതായി പോലീസ് അറിയിച്ചു. മുരുകൻ എന്ന പേര് ഊക്കോടെ നെഞ്ചിൽ പതിച്ചു. ചൂണ്ടയിൽ കുരുങ്ങിയ വരാല് പെടയണതുപോലെ മനസ്സൊന്നു പിടഞ്ഞു. മുരുകനെ ആദ്യമായും അവസാനമായും സ്വാമിയുടെ കൊട്ടിലിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു സാധാരണ വാർത്തയായി മാത്രമേ ഞാൻ അതിനെ കാണുമായിരുന്നുള്ളൂ. മുരുകനെ കണ്ടത് ഞാൻ ഓർത്തു. മുഴക്കമുള്ള അയാളുടെ ഒച്ച ചെവിക്കുള്ളിൽ മുഴങ്ങുന്നതായി തോന്നി. 2. ഉണ്ണി, സ്വാമിയോട് ചിരട്ട എടുക്കുന്നോന്ന് ചോദിക്ക്. ഓർക്ക് വേണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാലോ. അമ്മ പറഞ്ഞത് കേട്ടെങ്കിലും പേരമരത്തിന്റെ കവചത്തിൽ കെട്ടിവെച്ച മൺചട്ടിയിൽ ഞാൻ വെള്ളമൊഴിക്കുകയായിരുന്നു. ഇഞ്ഞു പോന്നുണ്ടോ? ശാസനയായിരുന്നു അത്. ഇതാ പോന്ന. പേരമരത്തിൽ തൂക്കിയിട്ട് പ്ലാസ്റ്റിക് ഡപ്പി തുറന്ന് ഒരു പിടി മുത്താറി താഴെ വെച്ച പാളയിൽ വിതറി. തേൻകുരുവിയും തൊപ്പിക്കാരനും ചവേലയുമൊക്കെ ചാമ്പമരത്തിലും മാവിലുമായി പതിവ് പോലെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കണാരൻ സ്വാമിയുടെ പുരയിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ മിറാഷ് വിമാനങ്ങളെപ്പോലെ പറന്നുവന്ന കാക്കകളെ കണ്ടിട്ടാവാം ചവേലക്കൂട്ടങ്ങൾ വല്ലാതെ ഒച്ച വയ്ക്കുന്നത്. ഇളയമ്മയുടെ അടുക്കളമുറ്റത്തെത്തിയപ്പോൾ സ്വാമിയുടെ കൊട്ടിലിൽ നിന്നും ഒച്ച കേട്ടു. വീടിനു തൊട്ടുള്ള മേലെ കണ്ടത്തിൽ ഇടവഴിയോട് ചേർന്നാണ് കൊട്ടിൽ. സ്വാമിയുടെ മുന്നിലുള്ള ബെഞ്ചിൽ ആരോ ഇരിക്കുന്നുണ്ട്. എന്നെ കണ്ടതോടെ ഇഷ്ടത്തോടെയുള്ള ഒരു ചിരി സ്വാമിയിൽ തെളിഞ്ഞു. ആ, ഉണ്ണിക്കുട്ടനോ? ഞാൻ ചിരിക്കുക മാത്രം ചെയ്തു. ഉണ്ണിക്കുട്ട എന്ന വിളി അമ്മ പോലും ഉണ്ണിയെന്നാക്കിയിട്ട് കാലം കുറച്ചായി. ബെഞ്ചിലിരുന്നയാൾ തലചിരിച്ച് എന്നെയൊന്നു നോക്കി. എനിക്കയാളെ തീരെ പരിചയം തോന്നിയില്ലെങ്കിലും വെറുതെ ഒന്ന് തലയാട്ടി. ചുട്ടുപഴുത്ത കൊടുവാളിൻ്റെ മുകളിലേക്ക് സ്വാമി ചിരട്ടക്കരി വാരിയിട്ടപ്പോൾ ചെറിയ പൊട്ടിത്തെറിയോടെ തീപ്പൊരികൾ മുകളിലേക്ക് പറന്നു. സ്വാമിയോട് ചെന്ന കാര്യം പറഞ്ഞു. ചിരട്ട നാളത്തെ തന്നെ വന്നെടുക്കാമെന്ന് മറുപടി കിട്ടി. അതിനിടയിൽ സ്വാമി എന്നെ അയാൾക്ക് പരിചയപ്പെടുത്തി. മാഷാണോ? ഏത് സ്കൂളിലാ? ഗുഹയിൽ നിന്ന് പുറത്തു ചാടിയ മുഴക്കമുള്ള ശബ്ദം പോലെയായിരുന്നു അത്. സ്കൂളിലല്ല, പാരലൽ കോളേജിലാ, ഞാൻ പറഞ്ഞു. ഇവർ ഉണ്ണിക്കുട്ടൻ അറിയില്ലേ? മുമ്പ് കണ്ട പരിചയമില്ലെങ്കിലും എവിടെയോ കണ്ട പോലുണ്ട് എന്നൊരു കള്ളം ഞാൻ തട്ടിവിട്ടു. ഇത് മുരുകൻ, ഞമ്മളെ കാസിമാജിന്റെ ലൈൻമുറിയിലെ പുതിയ താമസക്കാരനാ. ഉണ്ണിക്കുട്ടൻ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടുണ്ടെന്ന അർത്ഥത്തിൽ ഞാൻ തലയിളക്കി. തിരിച്ചു വരുമ്പോൾ വീടിന് പിന്നിലെ മുറ്റത്തിരുന്ന് ശാരദേച്ചി മീൻ മുറിക്കുകയാണ്. ഓരോടും ചെറിയൊരു ലോക്യം പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. അടുത്ത ദിവസം രാവിലെ 2 പഞ്ചസാര ചാക്കുമായി സ്വാമി വന്നു. കൂടയിലെ മുഴുവൻ ചിരട്ടയും ചാക്കുകളിലാക്കി സ്വാമിയുടെ പെരയിലെത്തിക്കാൻ ഞാനും സഹായിച്ചു. കൂട അടിച്ചു വൃത്തിയാക്കി അമ്മ ചിതൽപ്പൊടി വിതറി. മഴക്കാലത്തേക്ക് ഉണക്കി കെട്ടിവെച്ച ഓലയും കൊള്ളിയുമൊക്കെ അവിടെ അടുക്കി വെച്ചു. ചിരട്ട കൊണ്ടുപോയ ചാക്ക് സ്വാമി തിരിച്ചെത്തിക്കാത്തതിൽ അമ്മ കുശുകുശുക്കാൻ തുടങ്ങി. ഉണക്കിയ അടക്ക ഇട്ടുവെക്കാൻ ചാക്കില്ലത്രേ. മേലോട്ട് നോക്കി. മഴേൻ്റെ ഒരു കളിയുണ്ടെന്ന് അമ്മ ആരോടെന്നില്ലാതെ പറയുന്നുണ്ട്. കൂട വൃത്തിയാക്കുമ്പോൾ കിട്ടിയ തുരുമ്പ് കയറിയ കുന്താണി മുട്ടിച്ച് നന്നാക്കുകയും വേണം. സ്വാമിയുടെ പുരയിലെത്തിയപ്പോൾ ചാക്കൊഴിഞ്ഞിട്ടില്ല. മുന്നിലെ ബെഞ്ചിലിരുന്ന് സ്വാമി കൊടുവാളിന് അരം വയ്ക്കുന്നത് നോക്കി. 45 വർഷമായി സ്വാമി മുടങ്ങാതെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. എനിക്ക് കന്നി അയ്യപ്പ മുദ്ര തന്നത് സ്വാമിയാണ്. ഞാനടക്കമുള്ള നാട്ടിലെ ചെറുതും വലുതുമായ ഒട്ടേറെ പേരുടെ ഗുരുസ്വാമിയാണ്. കണാരൻ സ്വാമി ലോപിച്ച് ഇപ്പോൾ വെറും സ്വാമിയായി തീർന്നിട്ടുണ്ട്. കൊട്ടിലിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് കാലം കുറച്ചായി. കുട്ടിക്കാലത്ത് സ്വാമി പറയുന്ന കഥയും കേട്ട് കൊട്ടിലിരുന്നത് ഓർത്തു. ഒരാളെ കിട്ടിയാൽ സ്വാമിക്ക് പറയാൻ ഒട്ടേറെ കഥകളുണ്ടാകും. എല്ലാ കഥകളും സ്വാമിയെക്കുറിച്ചായിരുന്നു എന്നതാണ് അതിൻ്റെ രസം. അന്ന് കഥകൾ കേൾക്കുന്നതിനിടയിൽ സ്വാമിക്ക് ചില്ലറ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. പെരുവിരലുകൊണ്ട് കൊടുവാളിന്റെ മൂർച്ച നോക്കി തൃപ്തി വരാതെ സ്വാമി വീണ്ടും അരം വയ്ക്കാൻ തുടങ്ങി.
ഇത് ലോറിയുടെ ലീഫിന്റെ ഉരുക്ക. ബസാറിന്ന് കിട്ടുന്ന കൊടുവാളെല്ലാം പച്ചിരുമ്പല്ലേ. ഇപ്പോ ഇതുകൊണ്ട് സാധനം ഉണ്ടാക്കുന്ന ഒരേ ഒരാള് ഞാനേ ഉള്ളൂ. ഏറെ നാളുകൾക്കു ശേഷം സ്വാമിയുടെ ബഡായി കേട്ടപ്പോൾ പെട്ടെന്നൊരു ചിരി കയറി വന്നെങ്കിലും ഞാനത് പുറത്തു കാണിച്ചില്ല. എങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തോന്നി. അരമിടുന്നത് നിർത്തി സ്വാമി കൊടുവാൾ എൻ്റെ നേർക്ക് നീട്ടി. അതിന് പ്രതീക്ഷിച്ചതിനേക്കാൾ കനമുണ്ടായിരുന്നു. വായ്ത്തല വജ്രം പോലെ തിളങ്ങുന്നു. ഞാൻ ചൂണ്ടുവിരലുകൊണ്ട് അതിൻ്റെ മൂർച്ചയിൽ തൊട്ടുനോക്കി. ബ്ലേഡ് പോലുണ്ട്. നല്ല ബ്ലേഡ് പോലെ വേണോന്ന് മുരുകൻ പ്രത്യേകം പറഞ്ഞതാ. ബ്ലേഡ് പോലെ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ സ്വാമി അങ്ങനെ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. അയാള് തമിഴൻ തന്നെയാണോ? വർത്താനത്തിൽ അങ്ങനെ തോന്നുന്നില്ല. മലയാളിയാന്ന് ചോദിച്ചാ അങ്ങനെയും പറയാം. ജനിച്ചോം വളർന്നോം ഈടെ തന്നെയാ. ഉലയിൽ വെച്ച പിക്കാസിന്റെ തുമ്പിൽ ചിരട്ടക്കരി വാരിയിട്ട് സ്വാമി സാവകാശം ചക്രം തിരിച്ചു. വെള്ളക്കാരിവിടുന്ന് പോകുന്നതിനും 10 കൊല്ലം മുമ്പിട്ട പാലാപ്പറമ്പ് കുന്നില് ആയിഷ കമ്പനി തുടങ്ങിയത്. സ്വാമി ഒന്ന് നിർത്തി. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്നും ഫാക്ടറി കാണാൻ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മ വന്നു. പിന്നെയും എത്രയോ തവണ പാലാപ്പറമ്പിൽ പോയിട്ടുണ്ട്. കമ്പനിയുടെ പ്രതാപകാലത്ത് 1000-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു എന്നറിയാം. ഇന്ന് പേരിനു മാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കമ്പനിയുടെ സിൽവർ ജൂബിലി വർഷത്തിൽ വിദേശത്തുനിന്ന് പുതിയ യന്ത്രങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിന് പറ്റിയ ടെക്നീഷ്യന്മാർ നാട്ടിലുണ്ടായിരുന്നില്ലത്രേ. മുതലാളി മായിൻ ഹാജി ഒരുപാട് അന്വേഷിച്ച് മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നതാണ് മുരുകന്റെ അപ്പൻ ശെൽവമണിയെ. അയാൾ വന്നതിൽ പിന്നെ കമ്പനിയിൽ പണി മുടങ്ങിയിട്ടില്ല. മായിൻ ഹാജിക്ക് ശെൽവമണിയെ വലിയ കാര്യമായിരുന്നു. മായിൻ ഹാജിക്ക് നല്ല കനോള ഡബിൾ ബാരൽ ബ്രിട്ടീഷ് തോക്കുണ്ടേനു. എന്ത് കാര്യത്തിനാ? സ്വാമി ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. കല്ലുണിയോ കൊരങ്ങനോ കെണിയണമെങ്കിൽ ശെൽവമണി തന്നെ വെടിവെക്കണം. ഹാജിൻ്റെത് ഉണ്ടയില്ല വെടിയേനും പോലും. അതും പറഞ്ഞ് സ്വാമി ആസ്വദിച്ച് ചിരിച്ചു. എൻ്റെ ഉള്ളിലും ഒരു ചിരി ഊറി വന്നു. ഇച്ചങ്ങായും നല്ല വെടിക്കാരനാ. കുത്താമ്പന്ന കാട്ടുപന്നീന്റെ മൂർത്തിയില് വെടിവെച്ച് വീഴ്ത്തിയോനാ. അപ്പന്റെ കൊണമെല്ലാം ഓനും കിട്ടിയിട്ടുണ്ട്. കുന്താണി തിരിച്ചും മറിച്ചും നോക്കി സ്വാമി അത്ഭുതപ്പെട്ടു. ഇത് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ. അതെങ്ങനെയാ മനസ്സിലായത്? സ്വാമി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. കണ്ണുപോലും വേണ്ട. ഈ കൈകൊണ്ട് തൊട്ടാ തിരിയും. ഉരുക്കാ സാധനം. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും അനങ്ങൂല. സ്വാമി പണ്ടുണ്ടാക്കിയ ഒരു കൈത്തോക്കിനെ കുറിച്ച് പറഞ്ഞ കഥ അപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. സ്വാമി, പണ്ട് ഇങ്ങളുണ്ടാക്കിയ തോക്ക് തൊട്ടു നോക്കിയാ ഇപ്പൊ നിങ്ങൾ തിരിച്ചറിയോ? കേട്ടെങ്കിലും സ്വാമി ചക്രം തിരിച്ചുകൊണ്ടിരുന്നു. സ്വാമിയുടെ അമ്മാവൻ പുറമേരി കോവിലകത്തെ തമ്പ്രാന്മാർക്ക് ബ്രിട്ടീഷ് തോക്കിന്റെ മാതൃകയിൽ പലതരം തോക്കുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. കല്ലാച്ചിയിൽ അമ്മാവന്റെ കൊട്ടിലിൽ നിന്നാണ് സ്വാമിയും തോക്കിന്റെ വിദ്യ പഠിച്ചത്. പരീക്ഷണം എന്നോണം ഉണ്ടാക്കിയ കൈപ്പത്തി വലിപ്പത്തിലുള്ള തോക്ക് വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ പരീക്ഷിച്ചു നോക്കിയതും ആർക്കോ കൊടുത്തതും സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങള് കൊടുത്താളെ കയ്യില് ഇപ്പൊ ആ തോക്കുണ്ടാ? അത് കുറേ ആയില്ലേ? സ്വാമി ദീർഘനിശ്വാസം വിട്ടു. അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിലോ? എവിടാ, ഓനത് വേറെയാൾക്ക് കൊടുത്തില്ലേ? എന്റെ മച്ചുനൻ ശ്രീധരനെ എനിക്കറിഞ്ഞൂടെ? കൊടകില് തോട്ടമുള്ള ഒരു ചേട്ടന് തോക്ക് വേണോന്നും നല്ല പൈസ വാങ്ങിത്തരാന്നും പറഞ്ഞു വാങ്ങിപ്പോയതാ. പിന്നെ പൈസയോ ഇല്ല, തോക്കും ഇല്ല. അന്ന് അടിയന്തരാവസ്ഥയേനു. പോലീസിന്റെ നരനായാട്ട് നടക്കുന്ന സമയം. എനക്കും തോന്നി അത് കയ്യിന്ന് പോയത് കൊണായിന്ന്. സ്വാമി, കൊടകില് പോയി ഞമ്മക്കൊന്ന് അന്വേഷിച്ചാലോ? കൊടകിന് കൊടുത്തെങ്കിലല്ലേ? ഓനത് ഈടെ ഏതോ ആൾക്കാ കൊടുത്തത്. ഓൻ ഞമ്മളെ സ്വീപ്പാക്കിയതല്ലേ? ഓനാരാ മോൻ? കൊടില് കൂട്ടിപ്പിടിച്ച് പിക്കാസിന്റെ പരപ്പുള്ള ഭാഗം സ്വാമി ശ്രദ്ധയോടെ മുട്ടാൻ തുടങ്ങി. ഒരു തോക്കുണ്ടാക്കി തരുമോന്ന് മുരുകൻ ചോദിച്ച്. അതും പറഞ്ഞ് സ്വാമി ചിരിച്ചു. പണ്ടത്തെ തോക്കിന്റെ കിസയൊക്കെ മുരുകനോടും സ്വാമി പറഞ്ഞെന്ന് ഞാൻ ഊഹിച്ചു. അയാൾക്ക് എന്തിനാ തോക്കും കൊടുവാളും? പാലാപ്പറമ്പില് പന്നീന്റെ ശല്യം ഭയങ്കര. എടങ്ങാറാക്കുന്ന പന്നീനെ വെടിവെക്കാൻ ഇപ്പൊ നിയമമുണ്ടല്ലോ. കള്ളത്തോക്കൊണ്ടാ? ആടുന്നൊരു പന്നീനെ വെടിവെച്ച് കൊന്നാൽ ആരറിയാനാ? വെറും കാടല്ലേ. അയാൾക്ക് കമ്പനിയിലാണോ പണി? ഇപ്പം പണി ആടെയല്ല,
അടുത്ത അണ്ടി ഇപ്രാവശ്യം പാട്ടത്തിനെടുത്തത് ഇരിട്ടിയിലുള്ള ഒരു ചേട്ടനാ. കാര്യങ്ങൾ മുരുകനാ നോക്കി നടത്തുന്നത്. അണ്ടിയാവുന്നതിനു മുന്നേ കാട് വയ്ക്കണ്ടേ, അയിനാ കൊടുവാള്. മുട്ടി ശരിയാക്കിയ പിക്കാസിന്റെ തുമ്പ് ഇരുമ്പു തൊട്ടിയിൽ താഴ്ത്തി വെച്ചപ്പോൾ വെള്ളം സീൽക്കാരത്തോടെ തുള്ളിക്കളിച്ചു. 3. രാത്രി ചോറു തിന്ന് കിടന്നപ്പോൾ നെഞ്ചിനു മുകളിൽ കല്ലെടുത്തു വെച്ചതുപോലെ കനം തോന്നി. മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിച്ചാലും ചുറ്റിത്തിരിഞ്ഞ് അതവസാനം മുരുകനിൽ തന്നെ എത്തും. കുറെ കാലത്തിനു ശേഷം അടുത്താണത്രേ മുരുകൻ ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തിയത്. അയാൾ കൊടുവാളും തോക്കുമുണ്ടാക്കിയത് എന്തിനാണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ശ്വാസം മുട്ടി. തനിക്ക് ചുറ്റും മരണം പതിയിരിപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടു തന്നെയാണോ ഇവിടെ അയാൾ കഴിഞ്ഞിരുന്നത്? സ്വയം രക്ഷക്കായിരിക്കുമോ അയാൾ തോക്കും കൊടുവാളുമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്? പിടികിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങൾ എന്നിൽ ഉരുണ്ടു കയറാൻ തുടങ്ങി. മുരുകൻ ആയിഷ കമ്പനിയിലെ മുൻ ജീവനക്കാരനാണത്രേ. 9-ൽ എൻ്റെ ക്ലാസ് മാഷായിരുന്ന ദാസൻ മാഷ് ആദ്യം താമസിച്ചിരുന്നത് ആയിഷ കമ്പനിയുടെ ക്വാർട്ടേഴ്സിലാണ്. മാഷക്ക് മുരുകനെ അറിയാമായിരിക്കും. ദേവദാസൻ എന്നാണ് പേരെങ്കിലും ഞങ്ങൾ വെറും ദാസൻ എന്നാണ് വിളിച്ചിരുന്നത്. സിനിമയിൽ മോഹൻലാലും പാട്യം ശ്രീനിയും വിളിക്കും പോലെ ഞങ്ങൾ എടാ ദാസ, എന്താടാ വിജയ എന്ന് വിളിച്ച് രസിക്കാറുണ്ട്. വിജയൻ മാഷ് കണക്കിൻ്റെ മാഷായിരുന്നു. ക്ലാസ്സിൽ ചില കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ദാസൻ മാഷ് എന്നെ നിൽപ്പിച്ചത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതേ ക്ലാസ്സിൽ ഞാനിരുന്ന 2ാം ബെഞ്ചിലെ ഇടതു സൈഡിലാണത്രേ മാഷും പഠിച്ചത്. അന്നും അത് 9ാം ക്ലാസ് തന്നെയായിരുന്നു. പഠിക്കാതെ കുരുത്തക്കേടും കാട്ടി പാലാപ്പറമ്പിലെ അണ്ടിയും കെട്ട് നടന്നിരുന്ന ചെക്കന് ദേവദാസൻ മാഷ് ആവാമെങ്കിൽ നിങ്ങൾക്കൊക്കെ പഠിച്ച് കലക്ടർ ആവാമെന്ന് പറഞ്ഞ് മാഷ് ഞങ്ങളെ ആവേശം കൊള്ളിക്കാറുണ്ടായിരുന്നു. മാഷുടെ അമ്മ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു. പാലാപ്പറമ്പുകാരനായ റഫീഖിനോട് കാട്ടിൽ കയറി അണ്ടി എടുക്കലുണ്ടടാ എന്ന് മാഷ് ചോദിച്ചതിന് ക്ലാസ് അലമുറയിട്ട് ചിരിച്ചത് ഓർക്കുന്നതേ രസമാണ്. റഫീഖിനെ കുറിച്ച് നല്ലതല്ലാത്ത ചില കുശുകുശുക്കലുകൾ കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതാവാം ക്ലാസ് അങ്ങനെ പൊട്ടിത്തെറിച്ചത്. അതിനുശേഷം മോനെ റഫീഖെ, കാട്ടിൽ കയറി കശുവണ്ടി പെറുക്കാറുണ്ടോ എന്ന് മാഷ് ചോദിച്ചതിനും കൂട്ടച്ചിരി ഉയർന്നു. അതിനുത്തരം പറയാതെ നാണം കൊണ്ട് ഡെസ്കിൽ തലവെച്ച് റഫീഖ് ഇരുന്നു. ക്ലാസ്സിൽ ആൺകുട്ടികൾ മാത്രമായതുകൊണ്ട് ഇങ്ങനെയുള്ള രസങ്ങൾ ഉണ്ടാവാറുണ്ട്. പാലാപ്പറമ്പിലെയും പരിസരങ്ങളിലെയും കുറച്ചു പേർ ക്ലാസ്സിലുണ്ടായിരുന്നു. അണ്ടി എപ്പോൾ കക്കണം, എങ്ങനെ കക്കണം എന്നെല്ലാം മാഷ് തമാശയായി പറഞ്ഞതോർക്കുന്നു. പറ്റിയ സമയം വൈകുന്നേരമാണത്രേ. 5 മണിയോടെ പണിക്കാർ അണ്ടി പെറുക്കുന്നത് നിർത്തും. പണിക്കാർ പോയതിന് പിന്നാലെ മേസ്തിരിമാരും സ്ഥലം വിടും. അതിനുശേഷം വേണം പണി തുടങ്ങാൻ. അണ്ടി എടുത്തിട്ട് മാങ്ങ അവിടെ തന്നെ ഇടാനോ വലിച്ചെറിയാനോ പാടില്ല. ആരും കാണാത്ത ഏതെങ്കിലും മഞ്ചയിലോ പൊത്തിലോ ഇടണം. അല്ലെങ്കിൽ മാവില്ലാത്ത ഭാഗത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടിടണം. അതുമല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തിട്ട് ഉണക്ക് പിർത്തിച്ചപ്പുകൊണ്ട് മൂടണം. മുരുണ്ടിയിട്ട മാങ്ങ കണ്ടാൽ പിടിക്കപ്പെടാൻ സാധ്യതയേറെയാണ്. മാഷ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു പണിക്കിറങ്ങിയതായിരുന്നു. മയമ്പായി വരുന്നതേയുള്ളൂ. ഇടതൂർന്ന് മാവുകളുള്ള സ്ഥലമായതിനാൽ ഇരുട്ട് മൂടിയതുപോലെയുണ്ട്. ഇടിഞ്ഞു കിടന്ന കിളയിൽ ആരോ മലർന്നു കിടക്കുന്നു. വാറ്റുചാരായം സുലഭമായതുകൊണ്ട് അതടിച്ച് പിപ്പിരിയായി കിടക്കുന്നതാണെന്നാണ് കരുതിയത്. വലതുകൈ തലക്കു മുകളിൽ ഉയർത്തി വച്ചിട്ടുണ്ട്. മുഖം ഇടതുഭാഗത്തേക്ക് ചെരിച്ചിട്ടിരിക്കുന്നു. ആരാണെന്നറിയാൻ അടുത്തേക്ക് ചെന്നു. മണിയനീച്ച ആർക്കുന്ന ഒച്ചയുണ്ട്. മുഖം നിറയെ കട്ട പിടിച്ച ചോര. നിലവിളിച്ചുകൊണ്ട് ക്വാർട്ടേഴ്സിലേക്ക് ഓടിയതും 3 ദിവസം പനിച്ചു കിടന്നതുമൊക്കെ മാഷ് പറഞ്ഞത് തരിച്ചിരുന്നാണ് കേട്ടത്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആദ്യം കേട്ടതും മാഷിൽ നിന്നുമാണ്. മാഷ് റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായി. ഏകദേശം മുരുകന്റെ അതേ പ്രായം തന്നെ ആവണം. മാഷിപ്പോൾ ബാംഗ്ലൂരിലാണെന്നറിയാം. 4. പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് മാഷുടെ നമ്പർ സംഘടിപ്പിച്ചത്. പറഞ്ഞപ്പോൾ മാഷയ്ക്ക് എന്നെ മനസ്സിലായി. FBയിൽ കാണാറുണ്ടെന്ന് പറഞ്ഞു. വിശേഷങ്ങൾ പരസ്പരം പറഞ്ഞതിനു ശേഷമാണ് മുരുകനെക്കുറിച്ച് ഞാൻ ചോദിച്ചത്. രണ്ടാൾക്കും ഏകദേശം ഒരേ പ്രായമാണെങ്കിലും ഊഷ്മളമായ ഒരു ചങ്ങാത്തം അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാഷുടെ സംസാരത്തിൽ നിന്നും ഞാൻ ഊഹിച്ചു. തിണ്ടുമ്മൽ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്നെങ്കിലും മുരുകൻ സ്കൂളിൽ പോകുന്നത് അപൂർവമായിരുന്നു. മദ്രാസിലേക്ക് പോയാൽ പിന്നെ വരുന്നത് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും.
വന്നാൽ സ്കൂളിൽ പോവാതെ കാടു കയറി നടക്കും. ഉടുമ്പിനെ പിടിക്കുക, കാട്ടുകോഴികളെ കല്ലെറിഞ്ഞ് പിടിക്കുക, കല്ലുണ്ണിയെ കെണിവെച്ചു പിടിക്കുക, പാമ്പിന്റെ വാലു പിടിച്ച് തറയിലടിക്കുക തുടങ്ങിയ കലാപരിപാടികളിൽ ആള് വിരുദ്ധനായിരുന്നു. മൂർച്ചയേറിയ കൊടുവാളു പോലുള്ള ആയുധം കൊണ്ടുള്ള വെട്ടേറ്റാണ് മുരുകൻ മരിച്ചതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ കൊടുവാളിന്റെ കഥ അറിയില്ലായിരുന്നെങ്കിൽ, അത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദാസൻ മാഷെ വിളിക്കുകയോ കാര്യങ്ങൾ തിരക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഞാൻ അക്കാര്യങ്ങളൊന്നും മാഷോട് പറയാൻ പോയില്ല. വീടിനടുത്തുള്ള ലൈൻമുറിയിലാണ് അയാൾ താമസിച്ചതെന്നും പരിചയപ്പെട്ടിട്ടുണ്ടെന്നും സൂചിപ്പിച്ചു. കൂടെ താമസിച്ചിരുന്ന സ്ത്രീ പോലീസ് അന്വേഷണത്തിൽ ഭാര്യയല്ലെന്ന് മനസ്സിലായതും മുരുകനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ ദുരൂഹമായ ഒരു കഥാപാത്രമായി തോന്നിയതും പറഞ്ഞു. ഒരുപാട് കാലം ഇവിടെ ഇല്ലാതിരുന്നയാൾ തിരിച്ചു വരികയും ഇപ്പോൾ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നിൽ തക്കതായ കാരണമുണ്ടാവുമല്ലോ എന്ന എന്റെ സംശയം മാഷ് മുഖവിലക്കെടുക്കുന്നില്ല എന്നെനിക്ക് തോന്നി. മാഷ് പറഞ്ഞതിൽ നിന്നും ചുറ്റും ദുരൂഹതകൾ കാടുപിടിച്ചു നിൽക്കുന്ന പാലാപ്പറമ്പ് പോലെ തന്നെയാണ് മുരുകനുമെന്ന് തോന്നി. പുറത്തു നിൽക്കുന്നവർക്ക് എന്നും പാലാപ്പറമ്പ് ദുരൂഹമാണെന്ന് പറഞ്ഞ് മാഷ് ചിരിച്ചു. മാഷ് ക്ലാസ്സിൽ പറഞ്ഞ കഥകൾ ഞാൻ അയവിറക്കി. ഇപ്പോഴും അതൊക്കെ ഓർത്തു വയ്ക്കുന്നല്ലോ എന്നതിൽ മാഷക്ക് കൗതുകമായി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അണ്ടി കക്കാൻ പോയ ത്രിസന്ധ്യയിൽ പേടിച്ചോടിയ കാഴ്ചയിലേക്ക് മാഷെ ഞാൻ കൊണ്ടുപോയി. അതാരേനും മാഷേ? എനക്കറിയുന്ന ആളല്ല. അയാള് നിന്റെ നാട്ടിലാന്ന് പറഞ്ഞറിയാം. എന്റെ നാട്ടിലോ? കാവിന്റെ ഭാഗത്താ. നാണുവിന്റെ പേരിൽ അവിടെ ഒരു വായനശാലയില്ലേ? ഉണ്ട് മാഷേ. സഖാവ് നാണു സ്മാരക വായനശാല ഗ്രന്ഥാലയം. ആ നാണുവാണ് ആള്. ആര്? സഖാവ് നാണുവോ? ഒരവിശ്വസനീയത എന്നെ വന്നു പൊതിഞ്ഞു. വായനശാല ഈ വർഷം നടത്തിയ ഓൺലൈൻ ഓണോത്സവത്തിൽ ഞാൻ ആശംസാ പ്രസംഗം നടത്തിയിരുന്നു. സഖാവ് നാണുവിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും കൊല്ലപ്പെട്ടതാണെന്ന ഒരു പിറുപിറുക്കൽ എവിടെ നിന്നൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ട്. സഖാവ് നാണു കൊല്ലപ്പെട്ടതാണോ മാഷേ? അങ്ങനെ ഒരു വർത്തമാനം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിന്. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യയാണ്. പിസ്റ്റള് കൊണ്ട് വെടിവെച്ചാ മരിച്ചത്. കൈത്തോക്ക്. ഉള്ളിൽ നിന്നും ഒരു ഉത്കണ്ഠ പുറത്തു ചാടി. കൈത്തോക്ക് തന്നെ. അതുകൊണ്ട് നടുനെറ്റിയിൽ വെടിവെക്കുകയായിരുന്നു. ഒരു കൈത്തോക്ക് എന്റെ നടുനെറ്റിയിൽ മുട്ടി നിൽക്കുകയാണെന്ന തോന്നലിൽ ഞാൻ തരിച്ചിരുന്നു. ആ വായനശാലയ്ക്ക് നാണുവിന്റെ പേരിട്ടത് സഖാവ് ബാലനായിരുന്നു. സഖാവ് ബാലനോ? ഏത് ബാലൻ? രക്തസാക്ഷി ബാലനെ അറിയില്ലേ? തൊക്കിലങ്ങാടിയിൽ വെച്ച് വെട്ടേറ്റു മരിച്ച ബാലൻ. രക്തസാക്ഷി ബാലൻ. മാഷ് സഖാവ് ബാലൻ എന്ന് പറഞ്ഞപ്പോ വേറെ ആരോന്ന് വിചാരിച്ചു പോയി. ബാലന്റെ വലം കൈയായിരുന്നു നാണു. അങ്ങനെയുള്ള ചില കഥകളൊക്കെ ഞങ്ങൾ അന്ന് കേട്ടിട്ടുണ്ട്. ബാലൻ ആയിത്തറക്കാവില് തെയ്യം കാണാൻ പോയിരുന്നു. നാണും കൂടെയുണ്ട്. അന്നേ ചിലര് ബാലനെ നോട്ടിട്ടിട്ടുണ്ട്. 4 കെട്ട ബാറ്ററിന്റെ അലൂമിനിയം ടോർച്ചടിച്ച് നാണു മുമ്പിലും ബാലൻ പിന്നിലുമായി തെയ്യപ്പറമ്പിന്ന് തിരിച്ചു വരുമ്പോ ചെറിയമേല് കുറച്ചാളുകളുണ്ട്. തെയ്യായതുകൊണ്ട് ആൾക്കാരെയൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെന്നുള്ള ഒറ്റ ചവിട്ടിന് ബാലൻ തെറിച്ച് ആണിയില് കുമ്പിടാട്ട വീണ്. പിന്നെ പൂരമ്പാറിയ അടിയേനു. അവസാനം അടിക്കാൻ വന്നോരെല്ലാം കണ്ടത്തിലൂടെ ജീവനും കൊണ്ടോടി. ബാലൻ ഭയങ്കര അടിക്കാരനേനു? ബാലനല്ല, നാണു. ഭയങ്കര അഭ്യാസിയാണു പോലും. കോരൻ ഗുരുക്കളെടുക്കാൻ നാണുവിന് 2 ആഴ്ച കിടത്തി ചികിത്സിപ്പിച്ച ഓന്റെ തടി ബാലൻ നന്നാക്കിയെടുത്തത്. മാഷേ, നാണു മരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തല്ലേ? അതെ, 76-ല്. ഞാനന്ന് തൊക്കിലങ്ങാടി സ്കൂളിലെ 8ാം ക്ലാസ്സിലാ. ആളുകൾ പറയും പോലെ അതൊരു കൊലപാതകമാണെങ്കിലോ? മാഷ് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു കൈത്തോക്കിന്റെ കഥ എന്റെ ഹൃദയത്തിൽ കിടന്നു പുകഞ്ഞു. അതൊരു കൊലപാതകമാണെന്നാണ് മാഷേ എന്റെ വിശ്വാസം. വിളി അവസാനിപ്പിക്കുമ്പോൾ ചില ചിന്തകൾ എന്നെ വന്നു മൂടി. 5. സഖാവ് നാണു അച്ചൂട്ടി ഗുമസ്തന്റെ ബന്ധുവും അയൽവാസിയുമായിരുന്നെന്ന് സുഹൃത്ത് ഷാബു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഗുമസ്തനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് അപ്പോഴേ കരുതിയിരുന്നു. പുഞ്ചക്കലായിയിൽ ഒരു മരണവീട്ടിൽ കയറി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഗുമസ്തനും ഭാര്യയും മാത്രം. കുശലങ്ങൾക്കു ശേഷം ഭാര്യ അകത്തേക്ക് പോയപ്പോൾ ഞാൻ നാണുവിനെ കുറിച്ച് ചോദിച്ചു.
ആത്മഹത്യയായിരുന്നോ? ഗുമസ്തൻ എന്നെ നോക്കി. ആ നോട്ടത്തിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാ പറയുന്നത്. ഇങ്ങക്ക് സംശയമുണ്ടായിരുന്നോ? സംശയമുണ്ടായിട്ട് എന്തു കാര്യ? നിസ്സഹായതയ്ക്കിടയിലും ഒരപ്രിയം ഗുമസ്തന്റെ മുഖത്ത് തെളിഞ്ഞു നിന്നു. കുഞ്ഞുനാളിൽ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. ചില ഓർമ്മകൾ ഗുമസ്തൻ ചികഞ്ഞെടുക്കുകയാണ്. ഞാനൊരു നല്ല കോൺഗ്രസുകാരനായതുകൊണ്ടാണോ എന്നറിയില്ല, മുതിർന്നപ്പോൾ അവൻ എന്നോട് ചിലതൊന്നും പറയാറില്ല. അന്ന് രാവിലെ കൂടി നമ്മൾ സംസാരിച്ചിരുന്നു. ഓന്റെ ഓള് രണ്ടാമത്തെ മോനെയും പെറ്റ് കിടക്കുവേനു. ആടം വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു പോയോനാ. വലിയ അഭ്യാസിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓൻ കളരിയില് 3-4 കൊല്ലം പോയിന്. ഭയങ്കര ധൈര്യായിരുന്നു. ഒരിക്കലും ആയിഷ കമ്പനിയിലെ ക്യാൻറ്റീനിൽ വച്ച് ഒരടി നടന്നു. കമ്പനി തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി സഖാവ് ബാലൻ ഇടയ്ക്കിടയ്ക്ക് ആടെ പോകും. മുതലാളിന്റെ സിൽബന്തികളുമായിട്ട് സഖാവിന് രസക്കേടുണ്ടായിരുന്നു. ക്യാൻറ്റീനിന് ചായ കുടിക്കുമ്പം കോളറ് പിടിയും ഉന്തും തള്ളും ഒക്കെ നടന്നു. സഖാവിന്റെ കോളറ് പിടിച്ചവരെ നാണു നന്നായി കൈകാര്യം ചെയ്തു. ആടെ പോകാനും തൊഴിലാളികളെ കണ്ട് സംസാരിക്കാനും സഖാവിന് കഴിഞ്ഞത് കൈക്കോറായി നാണു ഉള്ളതുകൊണ്ട് മാത്രം. ഗുമസ്തന്റെ ഭാര്യ പാലൊഴിച്ച ജാപ്പി എനിക്കും ഒഴിക്കാത്തത് മൂപ്പർക്കും കൊണ്ടുതന്നു. ഇറക്കുമ്പോൾ നേർത്ത സുഖമുള്ളൊരു എരിവ് തൊണ്ടയറിഞ്ഞു. മല്ലി, ചുക്ക്, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ശർക്കര തുടങ്ങിയവ ചേർത്ത് പൊടിച്ചെടുത്തതാണത്രേ ജാപ്പിപ്പൊടി. അച്ചൂട്ടി ഗുമസ്തൻ ചായയും കാപ്പിയും ഉപേക്ഷിച്ചിട്ട് കാലം കുറേയായി. ജാപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് എനിക്ക് തോന്നി. 6. അത്താഴത്തിനു ശേഷമുള്ള നേരംപോക്ക് സമയത്താണ് ദാസൻ മാഷുടെ മെസ്സേജ് കണ്ടത്. നാട്ടിലെത്തിയിട്ട് ഒരാഴ്ചയായെന്നും സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിലേക്കൊന്ന് വരണമെന്നുള്ള സന്ദേശമായിരുന്നു അത്. അടുത്ത ദിവസം തന്നെ മാഷെ പോയി കാണണമെന്ന് ഞാൻ ഉറപ്പിച്ചു. അടിയപ്പാറയിൽ നിന്നുള്ള വലിയ കയറ്റം സ്കൂട്ടർ ശ്വാസം പിടിച്ചാണ് കയറിയത്. മുകളിലെത്തിയപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ പുതിയ മാലിന്യ സംസ്കരണ കേന്ദ്രം കണ്ടു. നിർമ്മാണം പൂർത്തിയായെങ്കിലും അതിന്റെ പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. മരങ്ങൾ വെട്ടിമാറ്റിയ വിശാലമായ മുറ്റത്ത് സിമന്റ് കട്ട പതിപ്പിച്ചിരിക്കുന്നു. അവിടെ നിന്നാൽ വടക്കു കിഴക്കായി തല ഉയർത്തി നിൽക്കുന്ന പാലാപ്പറമ്പ് കുന്ന് കാണാം. ഗേറ്റിന്റെ ഓടാമ്പൽ നീക്കുന്ന ശബ്ദം കേട്ടിട്ടാവാം ദാസൻ മാഷ് വെളിയിലേക്ക് വന്നു. കോലായിൽ നിന്നെടുത്ത ഫൈബർ കസേര മുറ്റത്തെ പനിനീർ ചാമ്പയുടെ താഴെ വെച്ച മരക്കസേരക്ക് അഭിമുഖമായി ഇട്ടു. പതിവായി മാഷ് അവിടെ ഇരിക്കാറുണ്ടാവണം. ഏതോ കാർട്ടൂൺ പരിപാടിയുടെ ശബ്ദത്തിനൊപ്പം കുട്ടികളുടെ ബഹളവും അകത്തുനിന്ന് കേട്ടു. മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഇളയോളും മക്കളും മാത്രം. അകത്തുനിന്ന് ഫോൺ വിളിക്കാനോ വായിക്കാനോ പറ്റാത്ത സ്ഥിതിയാ. അതാ ഇരുത്തം ഈന്റെ ചോട്ടിലാക്കിയത്. ഇനി ഉറക്കവും ഈന്റെ ചോട്ടിലാക്കേണ്ടി വരുമോന്നാ സംശയം. മാഷുടെ കൂടെ ഞാനും ചിരിച്ചു. നിന്റെ അന്വേഷണം എവിടം വരെയായി? അന്വേഷണമൊന്നുമല്ല മാഷേ, ചില കാര്യങ്ങൾ എന്താന്നറിയാനുള്ള ഒരു താല്പര്യ. മുരുകനെ പരിചയമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ കൊടുവാള് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ബ്ലേഡ് പോലത്തെ മൂർച്ച ഈ വിരലോണ്ട് തൊട്ടറിഞ്ഞിട്ടുണ്ട്. അതോർക്കുമ്പം ആകെ ഒരു ഉളുത്തുകേറല്. അതേ കൊടുവാള് കൊണ്ടാണ് മുരുകൻ കൊല്ലപ്പെട്ടതെന്ന ബേജാറിലാണ് ഞാൻ മാഷെ വിളിച്ചത്. പോലീസിനൊരു തുമ്പും കിട്ടിയില്ലാന്ന് തോന്നുന്നു. അന്വേഷിച്ചാലല്ലേ കിട്ടൂ. ശരിയായ അന്വേഷണം നടന്നാൽ എത്ര കാലം കഴിഞ്ഞും മൂടിവെച്ച സത്യങ്ങൾ പുറത്തു വരും. 44 വർഷത്തിനു ശേഷം സഖാവ് നാണുവിന്റെ മരണം അന്വേഷിച്ചാൽ അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കഴിയില്ലേ? ആത്മഹത്യയാണെന്നെഴുതി പോലീസ് അവസാനിപ്പിച്ച കേസ് അത്. എന്തിനും തെളിവ് വേണമല്ലോ. എന്ത് തെളിവാണ് മാഷേ? ഞാൻ ചോദിക്കട്ടെ, കൈത്തോക്ക് കൊണ്ട് നടുനെറ്റിക്ക് വെടിവെക്കാൻ പറ്റുമോ? തോക്കാകൃതിയിലാക്കി നടുനെറ്റിക്ക് ചൂണ്ടിയ എന്റെ കൈവിരലുകളുടെ ഉന്നം ഇടത്തെ ചെവിയിലേക്ക് നീണ്ടു. മറ്റൊന്ന്, നാണുവിനെ ആദ്യം തീർത്തു. പിന്നീടൊരു വിഷുത്തലേന്ന് വളരെ എളുപ്പത്തിൽ സഖാവ് ബാലനെയും. ബാലനിലേക്കുള്ള വഴിയിൽ പലപ്പോഴും തടസ്സമായത് നാണുവായിരുന്നല്ലോ. നാണു ആത്മഹത്യ ചെയ്തതാണെന്ന് മാഷ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഗാഠമായ ചിന്തകൾ മാഷുടെ ഉള്ളിൽ കിടന്ന് വിങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഉത്തരം പറയാതെ മുറ്റത്ത് ചാലിട്ടു നീങ്ങുന്ന ഉറുമ്പുകളെ മാഷ് നോക്കി നിൽക്കുകയാണ്. ഞാൻ ചോദ്യം ആവർത്തിച്ചു. മാഷ് പതിയെ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല. എന്ത്? ഉത്കണ്ഠയിൽ ഞാൻ വലിഞ്ഞു മുറുകി. സഖാവ് നാണു ആത്മഹത്യ ചെയ്തു എന്നത്.
പെട്ടെന്ന് ഒരു തണുപ്പ് എന്നെ വന്നു മൂടി. നേർത്തൊരു വിറയൽ ഇഴഞ്ഞു കയറുന്നത് ഞാൻ അറിഞ്ഞു. അന്നത്തെ കാഴ്ചയിൽ പനിച്ചു കിടക്കുമ്പോൾ അമ്മയാണ് വിവരം പറഞ്ഞത്. അയാളുടെ ഉയർത്തിവച്ച കൈയിൽ ഒരു കൈത്തോക്കുണ്ടെന്നും വെടിവെച്ച് മരിച്ചതാണെന്നും. ആ കൈയിൽ തോക്കുണ്ടായിരുന്നില്ലെന്ന് അമ്മയോട് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒന്നും ആരോടും പറയരുതെന്ന് അമ്മ തീർത്തു പറയുകയായിരുന്നു. മാഷ് കസേരയിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ചുറ്റും സമയം നിലാവായി തെളിയാൻ തുടങ്ങി. മാഷ് ഒരു പിസ്റ്റളിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ തന്നെ അതൊരു കൊലപാതകമാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. കാരണം ആ കൈത്തോക്ക് കണ്ടിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് എനിക്കറിയാം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നാട്ടിലെ ആരുടെയോ കയ്യിൽ ആ തോക്കുണ്ടായിരുന്നു. അതെ മാഷേ, ആ തോക്ക് വാങ്ങിയത് ഇന്നാട്ടിലെ ഒരാളാണെന്ന വിവരമുണ്ട്. തോക്ക് കൊടുത്തയാളെ എനിക്ക് നേരിട്ടറിയാം. ആർക്ക് കൊടുത്തു എന്ന് വേണേൽ അന്വേഷിക്കാം. പക്ഷേ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ. തോക്കുണ്ടാക്കിയ ആൾ ഇപ്പോ ഉണ്ടോ? പെട്ടെന്ന് സ്വാമിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. ഉണ്ണിക്കുട്ട എന്ന വിളി ചെവിയിൽ മുഴങ്ങി. അപ്പോഴത്തെ തത്രപ്പാടിൽ ഇല്ലെന്ന മറുപടി ഞാൻ കൊടുത്തു. ആകാശം നക്ഷത്രങ്ങളാൽ തെളിഞ്ഞു. ഇളം കാറ്റിന് നേർത്ത കുളിര് തോന്നി. വലിയൊരു ഭാരം മനസ്സിൽ നിന്നൊഴിഞ്ഞതുപോലെ. മാഷോട് യാത്ര പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ മുറ്റത്ത് സ്കൂട്ടർ നിർത്തി. മനസ്സിൽ ദുരൂഹത പിടിച്ചുകിടന്ന പാലാപ്പറമ്പ് കുന്ന് ഇപ്പോൾ തെളിമയോടെ മുന്നിൽ നിൽക്കുന്നു. വയനാടൻ മലനിരകളുടെ തായ്വേരുകൾ താഴ്ന്നിറങ്ങി വിലങ്ങാട്, തൃപ്പങ്ങോട്ടൂർ മലനിരകളിലൂടെ ചെറുവാഞ്ചേരി കുന്നുകളിലൂടെ പാലാപ്പറമ്പ് കുന്നുകളിൽ അവസാനിക്കുന്നു. മലകളുടെ നീണ്ടുകിടക്കുന്ന വേരുകൾക്ക് മുകളിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. പടിഞ്ഞാറൻ ആകാശം പെട്ടെന്നിരുണ്ടു. തണുത്ത കാറ്റ് എന്നെ തഴുകി കടന്നുപോയി. ഫോൺ ഒച്ച വച്ചു. ദാസൻ മാഷ്. ഹലോ മാഷേ. ആ, വീട്ടിലെത്തിയോ? ഇല്ല മാഷേ, ഞാനിവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മുറ്റത്താണ്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കൂടെ ആരുമില്ലല്ലോ? ഇല്ല മാഷേ. നീ ഒരു തോക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ തോക്ക് ഞാനും കണ്ടിട്ടുണ്ട്. എന്റെ നെഞ്ചകം കടിഞ്ഞാൻ വിട്ട കുതിരയെപ്പോലെ കിടന്നു ചാടുന്നത് ഞാൻ അറിഞ്ഞു. കണ്ണടച്ച് മാഷുടെ വാക്കുകൾക്ക് മാത്രമായി ഞാൻ ചെവിയോർത്തു. മാങ്കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങായി ശ്രീധരന്റെ ട്രൗസറിന്റെ കീശയിൽ നിന്ന് തീപ്പെട്ടി എടുക്കാനാണ് കേറിപ്പോയത്. പിർത്തീന്റെ കുണ്ടക്ക് ലുങ്കിയും ട്രൗസറും ചുറ്റിവെച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അവിടെ കണ്ട ലുങ്കിയെടുത്ത് നിവർത്തിയപ്പോഴാണ് അത് കണ്ടത്. കളിപ്പാട്ടമാണെന്നാണ് ആദ്യം കരുതിയത്. എടുത്തു നോക്കുമ്പോൾ നല്ല കനം. ആകെ വിറച്ചുപോയി. ലുങ്കിയില് പഴയതുപോലെ ചുറ്റിവെച്ച് തിരിച്ചോടുകയായിരുന്നു. അത് ശ്രീധരന്റെ കയ്യിൽ എങ്ങനെയാ മാഷേ? ഞാൻ എടുത്ത ലുങ്കി ശ്രീധരന്റെ ആയിരുന്നില്ല. പെട്ടെന്നൊരു നിശബ്ദത കനത്തു. മാഷേ, ആ, അത് മുരുകന്റേതേനു. ഒരു വെടിയുണ്ട എന്റെ നടുനെറ്റി തിളച്ച് ചീറിപ്പോയി. രണ്ടു കൈകൾ കൊണ്ടും നെറ്റിത്തടം ഞാൻ അമർത്തിപ്പിടിച്ചു. ചുറ്റും ഇരുട്ട് കട്ട പിടിക്കുന്നതറിഞ്ഞു. അപ്പോൾ മൂർധാവ് തകർന്ന ഒരു കാട്ടുപന്നി മുന്നിൽ കിടന്ന് പുളയുന്നത് ഞാൻ കണ്ടു. നിലത്തുകിടന്ന ഫോൺ കയ്യിലെടുത്തപ്പോൾ അതിന്റെ കണ്ണടഞ്ഞിരുന്നു. മാനം നിലാവ് ചുരത്തുമ്പോൾ സ്വാമിയുടെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞു. ഉണ്ണിക്കുട്ട എന്ന വിളി കുന്നുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നതായി തോന്നി. അപ്പോൾ അട്ട പറ്റിയതുപോലെ ഒരു നീറ്റൽ നെഞ്ചറിഞ്ഞു. ചില സത്യങ്ങൾ അറിഞ്ഞാൽ അവസാന ശ്വാസം വരെ അതിൽ കിടന്ന് പിടയേണ്ടി വരും. സ്വാമി ഇതുവരെ നേരറിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും അതറിയാനും പാടില്ല. നിലാവു പൂത്ത പാലാപ്പറമ്പ് കുന്നിനെ കൗതുകത്തോടെ നോക്കി നിന്നു. അതിന്റെ വേരുകളിൽ ചവിട്ടി നിൽക്കുന്നതുകൊണ്ടാവാം ഇപ്പോൾ ഒട്ടും ദുരൂഹത തോന്നുന്നില്ല. സ്കൂട്ടർ സ്റ്റാർട്ടാക്കി. നേർത്തൊരു കാറ്റ് ശ്രദ്ധയോടെ എന്നോടൊപ്പം കുന്നിറങ്ങാൻ തുടങ്ങി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.